ഹായ് സ്റ്റുഡൻസ്, ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് എത്തിക്സ് എന്ന്. എത്തിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ എത്തിക്സ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് എത്തിക്സ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്? എത്തിക്സ് ഒരു റീസെൻറ്റ് ഫിനോമിന ഒന്നുമല്ല. പണ്ട് കാലം മുതൽക്കേ ഉള്ള ഒരു കാര്യമാണ് എത്തിക്സ്. ഓരോ പ്രൊഫഷനും ഓരോ എത്തിക്സ് ഉണ്ട് എന്ന് അറിയാലോ. അപ്പം എന്താണ് എത്തിക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, ഒരു മോഡൽ വിച്ച് ഗേൺ ഗുഡ് ബിഹേവിയർ. അതായത് മെയിനായിട്ട് എത്തിക്സിൻ്റെ മെയിൻ ഡിഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എന്താണോ റൈറ്റ്, എന്താണോ റോങ്, വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, അതായത് എന്താണോ തെറ്റ്, എന്താണോ ശരിയെന്ന് തീരുമാനിക്കുന്നതാണ് എത്തിക്സ് എന്നാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു എത്തിക്ക് എന്നാണ് എന്താ, എല്ലാ പേഷ്യൻസിനെയും അവരുടെ നീഡ്സ് അനുസരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവരോടൊരു നീതി പുലർത്തണം. അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അവരോടൊരു നീതി പുലർത്തിയിട്ട് അവർക്ക് വേണ്ട മെഡിക്കലായിട്ടുള്ള പല സപ്പോർട്ടുകളും ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കണം. ഒരു ടീച്ചറിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞത് എന്താ, ഒരു സ്റ്റുഡൻസിനായിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. ഒരു പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടി അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ഒന്നും പാടില്ല. അവരോട് ഇതുപോലെ നീതി പുലർത്തി നല്ല മാർക്ക് ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതാണ് എത്തിക്സ് കൊണ്ടിവിടെ. ഇനി അതൊരു ബിസിനസ്സിലാവുമ്പോഴോ, ആ ബിസിനസ്സിലാവുമ്പോൾ കസ്റ്റമേഴ്സിനും അവർക്കും ഓരോ എത്തിക്സ് ഉണ്ട്. കസ്റ്റമേഴ്സിനോടും സൊസൈറ്റിയോടും എല്ലാം ഒരു എത്തിക്കുണ്ട്. അതായത് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക, നല്ല റീസണബിൾ പ്രൈസിൽ കൊടുക്കുക, ക്വാളിറ്റി ഒക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലാറ്റിൻ വേർഡ് എത്യൂസ് ആൻഡ് ഇറ്റ് ഗ്രീൻസ് എത്തിക്സ് ഹാസ് കം ഫ്രം ദ വേർഡ് എത്തിക്സ്. എത്തിക്സ് മീൻസ് ക്യാരക്ടർ ഓർ മാനേഴ്സ്. അതായത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു മാനേഴ്സിനെയൊക്കെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്ന് പറയണത്. Ethic refers based on standard of right, wrong, the prescribed what human ought to do, usually in terms rights, obligation, benefit to society, fairness or specific virtues. Business ethics refers to the application of common ethical concept to business. എന്താണോ മനുഷ്യൻ ചെയ്യേണ്ടത് അതിനെ പറയണതാണ് ഇതെന്നാണത്. അവർക്കൊരു സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യാനൊരു പ്രിസ്ക്രൈബ് ഒരു ഹ്യൂമനോ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അത് ടേംസ് ഓഫ് റൈറ്റ്സ് അവരുടെ നീതി, അതുപോലെ ഒബ്ലിഗേഷൻ അവരുടെ കടമകൾ, ആൻഡ് സൊസൈറ്റിയോടുള്ള ബെനിഫിറ്റ്, സൊസൈറ്റിയോട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതിലൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ കോഡ് ഓഫ് ബിഹേവിയർ കൺസിഡർ ആസ് എ കറക്റ്റ്. അതേപോലെ മെനി ഫിലോസഫേഴ്സ് പറയുന്നു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ഓഫ് കണ്ടൻറ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്തിക്സിനെ പറ്റിയിട്ട് പലരും പറയുന്നുണ്ട്. എന്നാലും എത്തിക്സ് എന്ന് പറഞ്ഞത് വിത്ത് ഇസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്, ഫെയർ ഓർ അൺഫെയർ, റെസ്പോൺസിബിൾ ഓർ ഇറസ്പോൺസിബിൾ, ഒബ്ലിഗേറ്റ് ഓർ പെർമിസിബിൾ, അങ്ങനെ അല്ലെങ്കിൽ പ്രൈസ് വർത്തി ഓർ ബ്ലെയിം വർത്തി. അത് എന്താണോ നല്ലത്, എന്താണോ നല്ലതല്ലാത്ത എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അത് നല്ല രീതിയിൽ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്. നല്ല രീതിയിൽ മറ്റുള്ള ഇത് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സും ഒന്ന് സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എത്തിക്കൽ റെഫേഴ്സ് വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റൈറ്റ്, എന്താണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റോങ്, തെറ്റെന്താണ്, ശരി എന്താണ്, ആ പ്രിസ്ക്രൈബ് വാട്ട് ഹ്യൂമൻ ഓട്ട് ടു ഡു, യൂഷ്വലി ഇൻ ടേംസ് ഓഫ് റൈറ്റ്സ്, ഒബ്ലിഗേഷൻ, ബെനിഫിറ്റ്, സൊസൈറ്റി, ഫെയർനെസ്, സ്പെസിഫിക് വിർച്യു. പറഞ്ഞത് തന്നെ. എത്തിക്സ് ഫോർ എക്സാമ്പിൾ റെഫർ ദോസ് സ്റ്റാൻഡേർഡ് ഇമ്പോസ് റീസണബിൾ ഒബ്ലിഗേഷൻ ടു റിഫ്രൈൻ ഫ്രം റേപ്പ്, സ്റ്റീലിംഗ്, മർഡർ, സ്ലാൻഡർ ആൻഡ് ഫ്രോഡ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ അതൊക്കെ എന്താണ്,
അൺഎത്തിക്കലിലെ ഒരു ഭാഗമാണ്. ദിസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് റൈറ്റ്സ് സച്ച് എസ് റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഫ്രീഡം ഫ്രം ഇഞ്ചുറി ആൻഡ് റൈറ്റ് ടു പ്രൈവസി. സച്ച് സ്റ്റാൻഡേർഡ് അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്സ് ബിക്കോസ് ദേ ആർ സപ്പോർട്ടഡ് ടു ബൈ കൺസെപ്റ്റ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതായത് അപ്പോൾ പിന്നെ അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഈ മർഡർ അതൊക്കെ ഒരു അൺഎത്തിക്കൽ ഇതാണ് എന്ന്. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ അതൊക്കെ അതിന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് റൈറ്റ്സ്, നമുക്ക് റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നതിൽ പറയുന്നത്. നമുക്ക് ഓരോ കാര്യത്തിനും പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന് പറയുന്നതാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓൾസോ ഇൻക്ലൂഡ് ഹോണസ്റ്റി, കമ്പാഷൻ ആൻഡ് ലോയാലിറ്റി. അതായത് വിശ്വാസം, അതുപോലെ സ്നേഹം, അതുപോലെ സത്യസന്ധത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ പെടുന്ന ഒരു കാര്യമാണ്. സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് റെഫർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് വൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. ഓരോ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും എന്താ പറയുക കൃത്യമായിട്ട് അറിയും വേണം. അത് ഓരോ കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്താ പറയുക അറിയും വേണം. അതേപോലെ അത് ഡെവലപ്പ് ചെയ്യും വേണം. Feeling of loose has mentioned above. Feeling of loose and social norms can derive from what is ethical. Norms means നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നൊക്കെ പറയും. അതെന്താ എന്ന് എങ്ങനെയാണ് അതൊക്കെ എന്താ പറയുക ഡീവിയേറ്റ്, എത്തിക്കലിൽ നിന്നും എങ്ങനെയാണ് അത് ഡീവിയേറ്റ് ആവണേ എന്നുള്ള കാര്യങ്ങളും നമ്മൾ എന്താ പറയുക അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് നെസസറി വി കോൺസ്റ്റൻ്റ്ലി എക്സാം വൺ സ്റ്റാൻഡേർഡ് ടു എൻഷുർ ദാറ്റ് ദേ ആർ റീസണബിൾ ആൻഡ് വെൽ ഫൗണ്ടഡ്. Ethics also mean the continuous effort of studying our own moral belief and our moral conduct and striving to ensure that we and the organization will help to shape the life of our standard and reasonable solidly based. അതായത് എത്തിക്കൽ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടാണ്. എന്തിന് നമ്മുടെ മൊറൈൽസും അതേപോലെ ബിലീവ്സും അതുപോലെ കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ പരിശ്രമം എന്താണെന്നുള്ള കാര്യത്തിന് പരിശ്രമം, ആ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഓർഗനൈസേഷൻ അത് നമ്മളെ ഷേപ്പ് ചെയ്യിപ്പിക്കുന്നു, അതനുസരിച്ചിട്ട് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നു. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, എത്തിക്സിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എത്തിക്സ് ഡീൽ വിത്ത് ഹ്യൂമൻ ബീങ്സ്. എപ്പോഴും എത്തിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്നതിനെ പറയണതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. It is a study of systematic knowledge about moral behavior and conduct. So it is social science എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് നോളേജ്, അതായത് ഒരു നോളേജ് അബൌട്ട് മോറൽ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളേജാണ്. അതുകൊണ്ട് ഇതിനെ സോഷ്യൽ സയൻസും എന്നും കൂടി പറയാറുണ്ട്. So ethics seeks to determine nature of norms, ideal or standard and seek to enquire the fitness of human action into their standards. അതായത് ഓരോ മാർഗങ്ങളും അതേപോലെ തന്നെ ഐഡിയാസ്, സ്റ്റാൻഡേർഡ്സ്, ആ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു മനുഷ്യനെ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ, നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ നടപ്പാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് എൻ ഏരിയ ഡീലിംഗ് വിത്ത് മോറൽ ജഡ്ജ്മെൻറ്റ് റിഗാർഡിംഗ് വോളണ്ടറി ഹ്യൂമൻ കണ്ടക്റ്റ്. മോറൽ ജഡ്ജ്മെൻറ്റ് റിക്വയർ മോറൽ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് ജഡ്ജ് ഹ്യൂമൻ കണ്ടക്റ്റ്. അതായത് നീതിപൂർവമായിട്ടും മനുഷ്യന്മാർക്ക് എന്താ പറയുക നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാനുള്ളതും വേണം. അതും ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്, ഒരു ഫീച്ചർ തന്നെയാണ് അല്ലേ. നീതിപൂർവം വേണം ആ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ എത്തിക്സ് ട്രൈ ടു സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ അൾട്ടിമേറ്റ് എൻഡ് ഓർ ഹയസ്റ്റ് ഗോൾസ് ഇൻ പെർസ്യൂട്ട്. സോ എത്തിക്സ് സെപ്പറേറ്റ് ഗുഡ്, ബാഡ്, റൈറ്റ്, റോങ്. അതായത് അല്ലെ ഇതെന്ന് പറഞ്ഞാൽ എത്തിക്കൽ ടൈപ്പ് ഫോർ ദ അൾട്ടിമേറ്റ് എൻഡ്, നല്ല രീതിയിലേക്ക് അവസാനിക്കാനും അല്ലെങ്കിൽ നല്ല ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ എത്തിക്സ് യൂസ് ചെയ്യുന്നത്. അതെന്താണ് അത് എത്തിക്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്, നല്ലത് ഏതാ, ചീത്തത് ഏതാ, റൈറ്റ് ഏതാ, റോങ് ഏതാ എന്നത് അതിന് പ്രോപ്പർ ഹ്യൂമൻ്റെ ഒരു ആക്ഷന് പ്രോപ്പറായിട്ട് ഇത് എന്താണ് നല്ലത് ചീത്തത് എന്നുള്ള കൃത്യമായിട്ട് അറിയാൻ നോക്കണം. എത്തിക്സ് ഈസ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ആൻഡ് ലോ ഈസ് അബൌട്ട് വാട്ട് ഈസ് ലോഫുൾ ആൻഡ് വാട്ട് ഈസ് അൺലോഫുൾ. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണോ ശരി, എന്താണോ തെറ്റ്,
അതേപോലെ തന്നെ ലോ എന്ന് പറയുന്നത് എന്താണോ എന്താ പറയുക നീതി അല്ലെങ്കിൽ എന്താണ് അനീതി എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത് ഈ ഇതിൽ പറയണത്. അതാണ് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി എത്തിക്സും മൊറാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എത്തിക്സ് ഒറിജിനേറ്റ് വിത്ത് ഗ്രീക്ക് എത്തൂസ്. ദിറ്റ് മീൻ എത്തൂസ് ഇൻ ക്യാരക്ടേഴ്സ്. മൊറൽ ഒറിജിനേറ്റ് ഫ്രം ലാറ്റിൻ മോസ് ഇൻ കസ്റ്റം പറയും, റിലീജിയൻസ് പറയും. അതിനൊക്കെയാണ് എന്തെന്നാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ലീഗൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ബിഹേവിയറിനെ പറയുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി എത്തിക്സ് legal guidelines and professional rule governed by ethics. The particular ethics is confined with a particular space and time frame. അതായത് ഒരു പ്രൊഫഷണൽ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ റൂൾസിനൊക്കെ പറയണതാണ് എന്തെന്നാൽ എത്തിക്സ്. അതായത് ഒരു എത്തിക്കൽ കോഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു റൂൾസ് പ്രൊസീജിയർ എന്നൊക്കെ പറയണതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി മൊറാലിറ്റി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ട്രാൻസ്ഡ് നോംസ് ലേഡ് ഡൗൺ ബൈ ദ കൾച്ചറിൻ്റെ, അതായത് നിയമങ്ങൾ, അതായത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ, കാര്യങ്ങളാണ് മൊറാലിറ്റിയിൽ കൂടുതലും കാണുന്നത്. അവരുടെ കൾച്ചർ, ഒരു ബിലീഫ്, കസ്റ്റംസ് ബിലീഫ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതാണ് എന്തിൽ പറയണത് മൊറാലിറ്റിയിൽ പറഞ്ഞത്. അതായത് പ്രിസം ഓഫ് അതേഴ്സ് എന്നാണ് നമ്മുടെ എന്തിന് പ്രിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്താ പ്രതിബന്ധം എന്നൊക്കെ പറയില്ലേ, അതായത് മറ്റുള്ളവരുടെ ഇതിൽ എന്തായാലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മൊറാലിറ്റിയിൽ എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങളാണ് കൂടുതലും മൊറാലിറ്റിയിൽ ഉണ്ടാവുന്നത്. എത്തിക്സ് ഫോളോഡ് ബിക്കോസ് സൊസൈറ്റി ഹാസ് ഡിസൈഡ് ദാറ്റ് റൈറ്റ് ഈസ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. എത്തിക്സ് അവർ ഫോളോ ചെയ്യണം സൊസൈറ്റീനെ അനുസരിച്ചിട്ട് വേണം, അതായത് സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ കാര്യം കീപ്പ് ചെയ്ത് പോവാൻ. അങ്ങനെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതേപോലെ തന്നെ മൊറാലിറ്റി ഈസ് ഫോളോഡ് ബിക്കോസ് പേഴ്സൺ ബിലീവ് ദാറ്റ് റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. അതേപോലെ മൊറാലിറ്റി എന്ന കാര്യം ഫോളോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ബിലീവ്സ് കാര്യങ്ങളുണ്ട്, അവർക്ക് ഓരോ വിശ്വാസങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അവർ അവരുടെ മൊറാലിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എ പേഴ്സൺ ഹു ഫോളോ ദ എത്തിക്കൽ പ്രിൻസിപ്പിൾ നീഡ് നോട്ട് നെസസറി ഹാവ് സ്ട്രോങ് മൊറൽ വാല്യൂസ്. ഇൻ ഫാക്ട് ദർ ആർ ഈവൻ പോസിബിലിറ്റി ദ മേ നോട്ട് ബി ഹാവ് എനി മൊറൽസ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അതായത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട കുറേ എത്തിക്കൽ കോഡ് ഉള്ളതുകൊണ്ട് അവരെന്താ ആ കാര്യം ചിലപ്പോൾ ഫോളോ ചെയ്യണം എന്നുള്ളൂ. ചിലപ്പോൾ എന്താ പറയുക, അത് അങ്ങനെ എല്ലാം എത്തിക്കൽ കാര്യങ്ങൾ അയാളുടെ ഉള്ളിലുണ്ടാവണം എന്നില്ല. അത് അവർക്ക് ആ സൊസൈറ്റിയോടുള്ള ഒരു കടമ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്തെന്ന് പറഞ്ഞത് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി എ സിറ്റുവേഷൻ വേർ എത്തിക്സ് ആർ വയലേറ്റഡ് ബൈ മോറൽ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അപ്ലോഡ് ഹിസ് മോറൽ വാല്യൂസ്. ഇതേപോലെ തന്നെ അവരുടെ ബിലീഫ്സ് കാര്യങ്ങൾ തെറ്റാണ്, അവർക്ക് തോന്നുകയാണ് ഇതൊന്നും തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല. അവരുടെ മോറൽ എത്തിക്സിൽ അവർ ആ റൂൾസ് കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എത്തിക്സ് സംതിങ് യൂഷ്വലി society in field of law, medicine or business. Ethics does not have any religious connection. അതായത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒന്നെങ്കിൽ ബിസിനസ്സിലാവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ, ദാറ്റ് ലൈക്ക് ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ലോ, അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ എത്തിക്കൽ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എത്തിക്സ് ഒരിക്കലും റിലീജിയസിനായിട്ട് കണക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് മൊറാലിറ്റി എന്ന് പറയുന്നത് റിലീജിയസിനായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് എന്തെന്നാണ് എത്തിക്സും മൊറാലിറ്റിയും തമ്മിലുള്ളത്. അപ്പോൾ താങ്ക് യു.